ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണിത്. ഒരു 2-3 ചേരുവകളുടെ വ്യത്യാസം, പക്ഷേ അതുണ്ടാക്കുന്ന ചേഞ്ച് വളരെ വലുതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്. വീഡിയോസ് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. കീപ് സപ്പോർട്ടിങ്. പിന്നെ ഇനി ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മാരിനേഷൻ ഉണ്ടാക്കി ചിക്കൻ കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്, അതുപോലെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ, അതിൻ്റെ നീര് നമുക്ക് വേണം, അതും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാരിനേഷൻ ഉണ്ടാക്കി നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ അതിനെ റോസ്റ്റാക്കി എടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക്, ചിക്കനിലേക്ക് വേണ്ടി ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ടയും നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് നന്നായിട്ട് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആ മസാല എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയും നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു മീഡിയം പീസസ് ആക്കിയാണ് മുറിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ല, എല്ലാ വശത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 മണിക്കൂർ നമുക്ക് അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് കുറച്ച് പൊട്ടറ്റോസൊക്കെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇതാണ് ചിക്കൻ റോസ്റ്റിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ്, നമ്മളിങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തിന്നാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഏകദേശം ചിക്കൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു ഇപ്പം ഞാൻ പുരട്ടി വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ വറുത്ത് വരുമ്പോഴേക്കും ഒരു 3/4 മണിക്കൂറൊക്കെ ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമയം കേട്ടോ. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റൊക്കെ വെക്കാൻ നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. 2 മണിക്കൂറൊക്കെ പുറത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ബാച്ച് പൊട്ടറ്റോസും ഇതുപോലെ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എൻ്റെ കയ്യിലുണ്ടായത്, അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ചിക്കനിലേക്ക് എത്ര വേണം അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ ബാച്ചും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുക്കുന്ന പണി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ആ ഉരുളക്കിഴങ്ങ് ഇടയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ആ ഗ്രേവി കൂട്ടിയിട്ട്. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. രണ്ടും 2 ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നന്നായിട്ട് എന്താ പറയുക, കട്ടിയാവുന്നവരെ ഫ്രൈ ചെയ്യണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം, അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ചെറുതായി മൊരിഞ്ഞു വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാനുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും ഈ ഒരു റോസ്റ്റിന്. ഒരു മീഡിയം പീസ് ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ബാച്ച് നമ്മുടെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത സെയിം പാത്രത്തിലേക്ക് തന്നെ ഇതും കൂടി ഒന്ന് കോരി വയ്ക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ഈ സെയിം ഓയിലിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ആ സമയത്ത് സവാളയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. നമുക്കിത് കഴിഞ്ഞ പാടെ അങ്ങോട്ട് കറി ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ 2ാമത്തെ ബാച്ചാണ് ഇടുന്നത്. ഇതും ഒന്ന് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ടെക്സ്ചർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചൊരു വൈഡായിട്ടുള്ള പാത്രം എടുത്തു. ആ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ കളയാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇത് ആദ്യം ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു മണം ഒന്ന് ചേഞ്ച് ആകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ മുരിയാതെ അങ്ങനെ കിടക്കും. അപ്പോൾ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സവാളയും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നന്നായി ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് മിൻറ്റ് ലീവ്സ് അല്ലെങ്കിൽ പുതിനയില ചേർക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക്. അതും ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. അപ്പോൾ ഒരു പിടിയോളം നമുക്ക് എത്ര ഇഷ്ടമാണോ അത്രയും ചേർക്കാം കേട്ടോ. മല്ലിയില ചേർക്കുന്നില്ല നമ്മൾ ഇതിനകത്ത്, പുതിനയില മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ പുതിനയുടെ ഇങ്ങനെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു വെളുത്തുള്ളിയും പുതിനയും അങ്ങനത്തെ ആ ഒരു മിക്സഡ് ഒരു ടേസ്റ്റാണ് ഈ റോസ്റ്റിന് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ വറുത്തതും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ മിൻറ്റ് ലീവ്സ് നമ്മളൊന്ന് സ്റ്റേജസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വഴറ്റുമ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ട് സോട്ടായി വരുമല്ലോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. അന്നേരം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത്. പ്രത്യേകിച്ച് ഇനി അധികമൊന്നുമില്ല, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 3 അല്ലെങ്കിൽ ഒരു 2.5 മുതൽ 3 ടീസ്പൂൺ വരെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മുളക് പൊടീനെ പോലെ അല്ല, കുറച്ചും കൂടി ഒന്ന് നന്നായി വഴറ്റണം, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഡിഫറൻസ് ഉണ്ടാവും. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഇനി നമ്മൾ ഒരു നല്ല പഴുത്തിട്ടുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ അത് ഇങ്ങനെ ഒരു കരിയുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തക്കാളി നന്നായി വേവിച്ചെടുക്കണേ. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കളർ ചേഞ്ച്, ഒരു ചെറിയ ബ്ലാക്ക് പോലെ കാണുന്നത് നമ്മുടെ മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. ആ വഴന്ന് കഴിയുമ്പോൾ ഉള്ളതും അതുപോലെ പച്ചക്ക് ഇടുന്നത് രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ആകുന്നത് വരെ നല്ല മഷി പോലെ വെന്ത് വരണം, അങ്ങനെ വെന്ത് വരട്ടെ. കണ്ടില്ലേ, ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ എല്ലാം കൂടെ ആയിട്ടുണ്ട് അല്ലേ, നല്ലൊരു പരുവത്തിനായിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങ് വെള്ളമൊന്നുമില്ല, ഏകദേശം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ഒരു വെള്ളം വേണം, കാരണം എന്നാലാണ് നമുക്ക് ചിക്കനിലേക്ക് എല്ലാത്തിലേക്കും നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇങ്ങോട്ട് ചേർക്കാം. ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മുടെ, എന്നാലും ഇതിനകത്തിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പകുതി ആദ്യം ചേർത്തു, അന്നേരം അത് ഇളക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും ഇങ്ങനെ മസാല പിടിപ്പിക്കാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല മണമാണ് കേട്ടോ, ഈ പുതിനയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു മണമാണ് ഇതിന് വരുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണം ഉണ്ടാവില്ലേ ചിക്കൻ റോസ്റ്റിനൊക്കെ, ആ ഒരു മണം കിട്ടും കേട്ടോ നമുക്ക്. ഇതുപോലെ പുതിന ചേർത്ത് കൊടുക്കുമ്പോൾ, മല്ലിയില ചേർക്കുമ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. എന്നാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുള്ളൂ. ഒന്ന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്, കുറച്ച് ഞാനൊന്ന് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി ആ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് പുതിനയില വീണ്ടും നമ്മൾ ചേർക്കുവാണ്. കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. പുതിനയില ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് ഒന്ന് പിച്ചിട്ടാൽ മതി കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരുപാട് വലിപ്പമുള്ള മിൻറ്റ് ആയതുകൊണ്ടാണ് ഞാനിതുപോലെ കത്തി കൊണ്ട് അരിയുന്നത്. ഇനി അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുക. വെള്ളമൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ റോസ്റ്റിനകത്ത്.
കണ്ടില്ലേ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി പൊട്ടറ്റോയും ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്യാൻ നല്ല മണമായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി. ഇത് നമുക്ക് എടുക്കുമ്പോഴേക്കും ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം അടച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഈ പുതിനയിലയും വെളുത്തുള്ളിയും അധികം ചേർത്തിട്ടും അതുപോലെ ഈ ഉരുളക്കിഴങ്ങ് വറുത്തിട്ടതും അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായി വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും പുതിയ പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.